everyone. SSLC Mathematics third ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്ന പാഠഭാഗത്തിലെ ആശയങ്ങളും പ്രോബ്ലംസുമാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർക്ക്ഷീറ്റിൽ പറഞ്ഞ ആശയത്തിന്റെ തുടർച്ചയായ കുറെ പ്രോബ്ലംസ് ആണ് നാം ഇന്ന് ചെയ്യുന്നത്. രണ്ട് പദങ്ങൾ തന്നാൽ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസവും ആദ്യ പദവും കണ്ട് ശ്രേണി എഴുതുന്നതിനും ആ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുന്നതിനും കൂടാതെ ശ്രേണിയിലെ പദമാണോ എന്ന് പരിശോധിക്കുന്നതിനും തെളിയിക്കാനും ഒക്കെയുള്ള പ്രോബ്ലംസ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. ഈ വർക്ക്ഷീറ്റുകൾ തയ്യാറാക്കി തന്നത് പ്രഗത്ഭനായ ഗണിതാധ്യാപകൻ ജോൺ PS ആണ്. വർക്ക്ഷീറ്റുകളിലെ മലയാളം ഇംഗ്ലീഷ് PDF കോപ്പി കിട്ടുന്നതിന് ജോയിൻ ചെയ്യേണ്ട വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും കഴിഞ്ഞ ക്ലാസ്സുകളുടെ SSLC മാത്സ് എന്ന പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഞാൻ ഫസ്റ്റ് കമന്റായും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ ലളിത ലേൺ വിത്ത് ലളിത ടീച്ചറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഏതൊരു സമാന്തര ശ്രേണിയിലും nth ടേം, ജനറൽ ടേം അല്ലെങ്കിൽ പൊതുപദം കിട്ടുന്നതിനുള്ള മാർഗം എന്തായിരുന്നു? nth ടേം കാണുന്നതിനുള്ള മാർഗം അതിന്റെ ഫസ്റ്റിൽ നിന്നാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ടേമിനോട് കൂടി n-1 ടൈംസ് അതിന്റെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. അതായത് ആദ്യ പദത്തോട് കൂടിയിട്ട് n-1 തവണ ഇതിന്റെ പൊതുവ്യത്യാസം കൂട്ടണം എന്നർത്ഥം. അപ്പോഴാണ് നമുക്ക് n-ആം പദം കിട്ടുന്നത്, അല്ലെ? ഇങ്ങനെ ഈ n-1d എന്നുള്ളത് പല കുട്ടികൾക്കും ബ്രാക്കറ്റ് നീക്കം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഉണ്ടാകാം. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും കാണാം. എങ്ങനെ? dn plus f minus d xn സമം nth ടേം ഈക്വൽ ടു dn plus f minus d. ഇത് തന്നെയാണ് ഈ കാര്യവും, ശരിയല്ലേ? nth ടേം കാണുന്നതിനുള്ള മാർഗം ആദ്യ പദത്തോട് n-1 തവണ പൊതുവ്യത്യാസം കൂട്ടണം എന്ന് നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൽ പഠിച്ചതാണ്. അതൊന്ന് ചുരുക്കി എഴുതിയതാണ്, അല്ലേ? വേരിയബിൾസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചുരുക്കി എഴുതുകയാണ്. വേരിയബിൾസ് ചരങ്ങളാണ്. എഫ് ഓരോ സമാന്തര ശ്രേണിയിലും മാറാം. ഫസ്റ്റ് ആദ്യ പദം ഓരോ സമാന്തര ശ്രേണിയിലും മാറി മാറി വരാം. അതുപോലെ പൊതുവ്യത്യാസവും ഇതിൽ മാറി മാറി വരാം. മനസ്സിലായല്ലോ? അങ്ങനെ എല്ലാ സമാന്തര ശ്രേണിക്കും പൊതുവായി ഉണ്ടാകുന്ന ഒരു നിയമമാണ് n-ആം പദം കിട്ടുന്നതിന് ആദ്യ പദത്തോടെ എത്ര തവണ പൊതുവ്യത്യാസം കൂട്ടണം? n-1 തവണ പൊതുവ്യത്യാസം കൂട്ടണം. n-1 തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ മാത്രമാണ് നമുക്ക് n-ആം പദം കിട്ടുക. ക്ലിയർ? അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്, അല്ലെ? dn plus f minus d. പക്ഷേ നമ്മൾ കുറെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ക്ലിയർ ആകുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഇതെല്ലായ്പ്പോഴും n-ആം പദം എല്ലായ്പ്പോഴും ഒരു n ഉൾപ്പെടുന്ന ഒന്നാം കൃതി വാചകമായിരിക്കും, ബീജഗണിത വാചകമായിരിക്കും, അല്ലെ? ഫസ്റ്റ് ഡിഗ്രി ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ആയിരിക്കും, ശരിയല്ലേ? അതായത് n-ന്റെ കോയിഫിഷ്യന്റ് ഒരിക്കലും 0 ആകാൻ പാടില്ല എന്നായിരുന്നു പറഞ്ഞു വെച്ചത്, അല്ലെ? n ഉൾപ്പെടുന്ന ആ പദമുണ്ടല്ലോ, n ഉൾപ്പെടുന്ന ടേം, അതിൽ n-ന്റെ കോയിഫിഷ്യന്റ് 0 ആയാൽ എന്ത് സംഭവിക്കും? n ഉൾപ്പെടില്ല, ഈ ടേം 0 ആയിട്ട് മാറും, അല്ലേ? അതായത് n-ന്റെ ഗുണകം ഒരിക്കലും 0 ആകാൻ പാടില്ല. രണ്ടാമത് നമ്മൾ പറഞ്ഞത്, ഇതിൽ നിന്ന് തന്നെ നോക്കി നിങ്ങൾക്കറിയാം, n-ന്റെ അടുത്തുള്ള ആ സംഖ്യ ഉണ്ടല്ലോ d, അതായത് n-ന്റെ കോയിഫിഷ്യന്റ് ആയിരിക്കും ആ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം, അല്ലെ? അതായത് പൊതുവ്യത്യാസം സമം ഫസ്റ്റ് കാര്യം നമ്മൾ പറഞ്ഞത് nth ടേം എല്ലായ്പ്പോഴും n ഉൾപ്പെടുന്ന ഒരു ബീജഗണിത വാചകം ആയിരിക്കും എന്നാണ്, ശരിയല്ലേ? n ഉൾപ്പെടുന്ന ഒരു ബീജഗണിത വാചകമായിരിക്കും, അതായത് a not equal to 0. രണ്ടാമത്തെ കണ്ടെത്തൽ നമ്മൾ ഈ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം, ഇതിന്റെ കോമൺ ഡിഫറൻസ് d എന്ന് പറയുന്നത് n-ന്റെ ഗുണകമായിരിക്കും, n-ന്റെ കോയിഫിഷ്യന്റ് ഓഫ് n ആയിരിക്കും, കോയിഫിഷ്യന്റ് ഓഫ് n. ക്ലിയർ? അതായത് a. മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞ് കണ്ടുപിടിച്ച കാര്യം, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് അരിത്മെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്ര തന്നു കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് ടേം കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? ഇതിലുള്ള സംഖ്യകൾ, അതായത് എയും ബിയും കൂടി കൂട്ടിയാൽ മതി. ഫസ്റ്റ് ടേം കിട്ടുന്നതിന് a plus b കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലായോ? അതായത് ഓൾജിബ്ര, ഒരു സമാന്തര ശ്രേണി തന്നാൽ ഓൾജിബ്ര കാണാനുള്ള മാർഗമാണ് ഇത്. ഓൾജിബ്ര തന്നു കഴിഞ്ഞാൽ, ഓൾജിബ്രയാണ് നമുക്ക് തന്നതെങ്കിൽ നമുക്ക് ഇത് അതിലെ കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും കാണാനുള്ള ഒരു മെത്തേഡാണിത്. മറ്റു മെത്തേഡ് കൂടി പറഞ്ഞിരുന്നു
എന്നിനെ 1 2 3 എക്സെട്ര നമ്പേഴ്സ് കൊടുത്താൽ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടും. അരിത്തമെറ്റിക് സീക്വൻസ് എല്ലാ ടേംസും കിട്ടും അല്ലേ. ഒന്നാമത് കിട്ടുന്നതിന് എന്നിന് 1 കൊടുക്കണം, രണ്ടാമത് കിട്ടുന്നതിന് എന്നിന് 2 എന്ന സംഖ്യ കൊടുക്കണം. അങ്ങനെ പോയാൽ നമുക്ക് സമാന്തര ശ്രേണി കിട്ടും. സമാന്തര ശ്രേണിയിൽ നിന്ന് നമുക്ക് കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും ഒക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ രണ്ട് മാർഗങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അരിത്തമെറ്റിക് സീക്വൻസിന്റെ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം തന്നു കഴിഞ്ഞാൽ, എണ്ണാം പദം തന്നു കഴിഞ്ഞാൽ നമുക്ക് സമാന്തര ശ്രേണി കണ്ടെത്തുന്നതിന് രണ്ട് മാർഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. ക്ലിയർ? നമുക്ക് ഇതിന്റെ കൂടുതൽ പ്രോബ്ലംസ് ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 10th term of an arithmetic sequence is 47. പത്താം പദം ഒരു സമാന്തര ശ്രേണിയുടെ പത്താം പദം 47 ആണ്. പിന്നെ തന്നിരിക്കുന്നത് 15th term 57. കണ്ടില്ലേ? അതായത് 15ാം പദമാണ് 57. നമ്മളിവിടെ രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, അതിന്റെ കോമൺ ഡിഫറൻസ് എത്ര എന്നും, മറ്റൊന്ന് ഫസ്റ്റ് ടേം എത്ര എന്നും. 10th ടേം x10 എന്ന് എഴുതാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. 15th ടേമിനെ x15, പത്താം പദവും 15ാം പദവും അല്ലെ. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഐഡിയ എന്താണ്? കോമൺ ഡിഫറൻസ് കാണുക ഫസ്റ്റ് അല്ലെ. നമുക്ക് തന്നിരിക്കുന്നത് പത്താം പദവും 15ാം പദവുമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ടേം ഡിഫറൻസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ്, അല്ലെങ്കിൽ ടേം ഡിഫറൻസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ശരിയല്ലേ? ടേം ഡിഫറൻസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്. പദവ്യത്യാസം സമം പദസ്ഥാനങ്ങളുടെ വ്യത്യാസം ഇൻറ്റു പൊതുവ്യത്യാസം. നമുക്ക് സിമ്പിൾ ആയിട്ട് ഇവിടെ നിന്ന് എഴുതാം. 15ാം പദവും 10ാം പദവും തമ്മിലുള്ള അവസാനത്തെ പദം 15ആണ്, 10 അതിന് മുൻപ് വരുന്നതാണ്. 15ാം പദവും 10ാം പദവും തമ്മിലുള്ള വ്യത്യാസം, അതായത് 15ാം പദം മൈനസ് 10ാം പദം, x15 മൈനസ് x10 ഈക്വൽ ടു അതിന്റെ പൊസിഷൻ ഡിഫറൻസ്. ഏതാ പൊസിഷൻ? 15 മൈനസ് 10 അല്ലേ. പൊസിഷൻ ഡിഫറൻസ് 15 മൈനസ് 10 ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്നാണ് നമ്മൾ പഠിച്ചത്. കോമൺ ഡിഫറൻസ് ആണ് നമുക്ക് ഇവിടെ കാണേണ്ടത്. അതിന്റെ ഈ 15ാം പദവും 10ാം പദവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? 57 മൈനസ് 47. ശരിയല്ലേ? 15ാം പദം 57, 10ാം പദം 47 സമം 15 മൈനസ് 10 5 ഇൻറ്റു ഡി. നമുക്കറിയാം ഇവിടെ 5d എന്ന് പറയുന്നത് 10 ആണ് അല്ലേ. 5 ഇൻറ്റു ഡി എന്നതാണ് 10. എങ്കിൽ ഒരു ഡി കിട്ടുന്നതിന് എന്ത് ചെയ്യണം? ഒരു ഡി കിട്ടുന്നതിന് 10നെ എന്ത് ചെയ്യണം? ഇവിടെ 5 ഇൻറ്റു 5, അതായത് 5 ഡിവിഷൻ ആണ് ഇവിടെ വരിക. അത് ആ ഭാഗത്തും ചെയ്യണം. അതായത് 10/5, 10/5, അതായത് 2 എന്ന് കിട്ടും. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം d സമം 2. മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ ഇത് മനസ്സിലാക്കി ഈ ഒരു ഐഡിയ മാത്രം നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. 15ാം പദം മൈനസ് 10ാം പദം സമം 15 മൈനസ് 10 ഇൻറ്റു ഡി. സിമ്പിളാണ്. നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഡിഫറൻസ് 2 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഫസ്റ്റ് ടേം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ കയ്യിലുള്ളത് 10ാം പദവും 15ാം പദവും അവർ തന്നിട്ടുണ്ട്. കൂടാതെ നമ്മൾ കോമൺ ഡിഫറൻസും കണ്ടുപിടിച്ചു കഴിഞ്ഞു. നമുക്ക് ഈ രണ്ടെണ്ണം ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ടേം കാണാം. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. 10ാം പദമോ 15ാം പദമോ ഉപയോഗിക്കാം. നമുക്കറിയാം 10ാം പദത്തിൽ നിന്ന് 9 കോമൺ ഡിഫറൻസ് കുറച്ചാൽ ഫസ്റ്റ് ടേമിലേക്ക് എത്താം. ആ ഒരു ഐഡിയ നമ്മുടെ കയ്യിലുണ്ടായാൽ മതി അല്ലേ. പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 10 മൈനസ് 1 9 ആണ്. മനസ്സിലായില്ലേ? അതായത് ഫസ്റ്റ് ടേം കിട്ടുന്നതിന് 10ാം പദത്തിൽ നിന്ന് 9 കോമൺ ഡിഫറൻസ് 9 കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്താൽ മതി. ക്ലിയർ? അപ്പോൾ 10ാം പദം എന്ന് പറയുന്നത് എന്താണ്? 47 മൈനസ് 9 2കൾ. കോമൺ ഡിഫറൻസ് 2 ആണ്, പൊതുവ്യത്യാസം 2 ആണ്. 9 ഇൻറ്റു 2, 47ൽ നിന്ന് 18 കുറച്ചിക്കുക. എത്രയാണ് കിട്ടിയത്? 29, 29 എന്ന് കിട്ടും. ഫസ്റ്റ് ടൈം 29 ആണ് അല്ലേ. 29 ആണ് ഫസ്റ്റ് ടൈം. നമുക്ക് 15ാം പദത്തിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 15ാം പദത്തിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആലോചിച്ച് നോക്കൂ. 15ാം പദം 1ാം പദവും തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ടായിരിക്കും? എത്ര അകലമുണ്ട് അവർ തമ്മിൽ? 14 കോമൺ ഡിഫറൻസിന്റെ അകലമുണ്ട് അല്ലേ. ഫസ്റ്റ് ടൈമിൽ നിന്ന് 14 കോമൺ ഡിഫറൻസ് മുന്നോട്ട് പോയാലാണ് നമുക്ക് 15ാം പദം കിട്ടുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യ പദം കിട്ടുന്നതിന് 15ാം പദം മൈനസ് 14 കോമൺ ഡിഫറൻസ്. ക്ലിയർ? മുന്നോട്ട് പോകുകയാണെങ്കിൽ ഏഡ് ചെയ്യുക, കൂട്ടുക.
പിന്നോട്ട് ബാക്കിലേക്കുള്ള ടേംസ് ആണ് കാണേണ്ടതെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. 15-ാം പദത്തിന്റെയും 10-ാം പദത്തിന്റെയും മുൻപത്തെ പദമാണ് ആദ്യ പദം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മൈനസ് ചെയ്തത്. ക്ലിയർ? ഈ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നത് നോക്കൂ. 15th ടേം 10, 10th ടേം 15 അല്ലെ? ആദ്യത്തെ ചാപ്റ്ററിൽ ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തതാണ്. അത് നമ്മൾ ഭാഷാവാചകങ്ങളാണ് ഉപയോഗിച്ചെങ്കിൽ ഇവിടെ ചുരുക്കെഴുത്ത് ഓൾജിബ്ര യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും കാണണം. 15th ടേമും 10th ടേമുമാണ് തന്നിരിക്കുന്നത് അല്ലേ? ഈ പ്രോബ്ലം സ്വയം ചെയ്ത് നോക്കൂ. കഴിഞ്ഞ പ്രോബ്ലം ചെയ്തതുപോലെ തന്നെ ചെയ്ത് നോക്കൂ കേട്ടോ. ആ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് സ്വയം ചെയ്ത് നോക്കൂ. എങ്ങനെ ചെയ്യാം? 15th ടേമിനെ നമുക്ക് ചുരുക്കി x15 മൈനസ് 10th ടേം x10 ഈക്വൽ ടു നമുക്ക് പൊസിഷൻ ഡിഫറൻസ് 15 മൈനസ് 10 ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്നാണ് നമുക്ക് ഐഡിയ അല്ലേ? ഇതാണ് ആശയം. അങ്ങനെയാണെങ്കിൽ 15th ടേം 10 ആണ്. 10 മൈനസ് 15 ഈക്വൽ ടു 5d എന്ന് കിട്ടും. 10 മൈനസ് 15 എത്രയാണ്? 10 മൈനസ് 15 നെഗറ്റീവ് 5. നെഗറ്റീവ് 5 ഈക്വൽ ടു 5d. 5 ഇൻറ്റു d അല്ലേ? 5 ഇൻറ്റു d. d നമുക്ക് കിട്ടുന്നതിനെ 5നെ ഇവിടെ 1 ആക്കി മാറ്റണം. അതായത് 5/5 ആക്കണം. ഇവിടെയും by5 ചെയ്യാം. അതായത് നെഗറ്റീവ് 1 ഈക്വൽ ടു d. d എന്ന് പറയുന്നത് നെഗറ്റീവ് 1 ആണ് എന്ന് കിട്ടി. ഓക്കെ അല്ലേ? d ഈക്വൽ ടു നെഗറ്റീവ് 1 അല്ലേ? അടുത്ത് നോക്കൂ. ഫസ്റ്റ് ടേം കിട്ടുന്നതിനെ കഴിഞ്ഞ പ്രോബ്ലം തന്നെ കഴിഞ്ഞ കണക്ക് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 10th ടേമിൽ നിന്ന് എത്ര കോമൺ ഡിഫറൻസ്? 9 കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം അല്ലേ? അതായത് 10th ടേം എന്ന് പറയുന്നത് 15 നിന്ന് 9 ഇൻറ്റു നെഗറ്റീവ് 1. 9 കോമൺ ഡിഫറൻസ്. അതായത് 15 പ്ലസ് 9 എന്ന് വരും. 15 പ്ലസ് 9 മൈനസ് നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് പ്ലസ് ആണ്. അതായത് 24 എന്ന് കിട്ടും. നമുക്ക് ചോദിച്ച രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരമായി. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം -1 എന്നും ഫസ്റ്റ് ടേം 24 എന്നും നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പാർട്ട് നോക്കാം. ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത് എക്സ്പ്രസ് ദ സീക്വൻസ് ഓൾജിബ്രൈക്കലി. ഓൾജിബ്ര യൂസ് ചെയ്തുകൊണ്ട് ആ സീക്വൻസിനെ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിതം എഴുതുക, ബീജഗണിത രൂപം എഴുതുക എന്നുള്ളതാണ്. നമുക്കറിയാം ബീജഗണിത രൂപം, അതായത് nth ടേം, ജനറൽ ടേം, nth ടേം അല്ലേ? nth ടേം എങ്ങനെ കാണാം? nth ടേം കാണാനുള്ള സൂത്രം എന്താണ്? f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d അല്ലെങ്കിൽ dn പ്ലസ് f മൈനസ് d എന്ന് ഉപയോഗിക്കുക അല്ലേ? dn പ്ലസ് f മൈനസ് d. നമുക്കറിയുന്ന കാര്യങ്ങൾ d എത്രയാണെന്നും f എത്രയാണെന്നും നമുക്കറിയാം. ചേർത്ത് നോക്കൂ, നിങ്ങൾ ചെയ്ത് നോക്കൂ. -1 ഇൻറ്റു n പ്ലസ് 24 മൈനസ് -1. അതായത് -1 പ്ലസ് 24 മൈനസ് നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് പ്ലസ് ആണ് 24 പ്ലസ് 1. അതായത് -1n പ്ലസ് 25. ഓക്കെ അല്ലേ? nth ടേം ഈക്വൽ ടു, ഇതാണ് ഓൾജിബ്ര, nth ടേം ഈക്വൽ ടു -1en പ്ലസ് 25. ഓക്കെ, ഇതാണ് ഓൾജിബ്ര കാണാൻ പറഞ്ഞാൽ dn പ്ലസ് f മൈനസ് d അല്ലെങ്കിൽ f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്ന് തന്നെയാണ് ഈ ഒരു ഐഡിയയും നമുക്ക് വന്നത് കേട്ടോ. സി പാർട്ട് പറഞ്ഞിരിക്കുന്നത് സം ഓഫ് ഫസ്റ്റ് 29 ടേംസ് കാണാനാണ്. അതായത് ആദ്യത്തെ 29 പദങ്ങളുടെ തുക കാണുക എന്നുള്ളതാണ്. എങ്ങനെയാണ് 29 പദങ്ങളുടെ തുക കാണുക? നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് സം കാണാനുള്ള മാർഗം. സം കാണാനുള്ള മാർഗം രണ്ട് രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ഇവിടെ 29 ആണ്. 29 എന്നുള്ളത് ഓഡ് നമ്പർ ആയാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇവിടെ മിഡിൽ ടേം 29 പദങ്ങളിൽ മധ്യപദം എന്തായിരിക്കും? എത്രാമത്തേതായിരിക്കും മധ്യപദം? മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം എന്നാണ്. മധ്യപദം എത്രാമത്തേതായിരിക്കും? ആലോചിച്ച് നോക്കൂ. 29 പദങ്ങളിൽ 29 പദമുണ്ട്.
അതിലെ നടുവിലെ എത്രാമത്തെ ആയിരിക്കും ഉണ്ടായിരിക്കുക? 29ന്റെ അടുത്ത എണ്ണസംഖ്യ 29 പ്ലസ് 1 2, അതായത് 30ന്റെ പകുതി എത്രയാണ്? 15. അതായത് 15ാം പദമായിരിക്കും. x15 15 എന്ന് എഴുതരുത്, 15ാം പദം x15 ഇൻറ്റു എണ്ണം എത്രയാണ്? 29 ആണ് അല്ലേ? അതിനാണ് അവർ 15th ടേം തന്നിരുന്നു. എന്താണ് 15th ടേം? 15th ടേം 10 ആണ്. 10 ഇൻറ്റു 29, അതായത് 290 എന്ന് കിട്ടും. അതായത് ആദ്യത്തെ 29 പദങ്ങളുടെ തുക എത്രയാണ്? 290. ക്ലിയർ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച സം കാണാനുള്ള ഐഡിയയാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് എന്ന് മാത്രം. ക്ലിയർ അല്ലേ? ഒരേ സ്ഥാനത്തുള്ള പദങ്ങളുടെ തുകകൾ നമ്മൾ കണ്ടു നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയ ശ്രേണിയാണ് ഇത് അല്ലെ? 4, 9, 14, 19 എക്സെട്ര. നോക്കൂ, ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ ഇതിലേക്ക്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ ശ്രേണിയുടെ ഇതിന്റെ പ്രത്യേകത ഇതാ 4ൽ നിന്ന് തുടങ്ങി 5 വീതം കൂടി പോകുന്ന ശ്രേണിയാണ് അല്ലെ? അതായത് ഇതും ഒരു സമാന്തര ശ്രേണി തന്നെയാണ്. ക്ലിയർ? സമാന്തര ശ്രേണിയാണ് എന്ന പ്രത്യേകത മാത്രമല്ല, ഇതിന്റെ പൊതുവ്യത്യാസം 5 ആണ് അല്ലെ? 5 എന്ന് പറയുന്നത് നമുക്ക് ഇത് ഈ 3 ശ്രേണികളുടെ പൊതുവ്യത്യാസം ഒന്ന് കൂട്ടി നോക്കൂ. ആദ്യത്തെ ശ്രേണിയുടെ 1, രണ്ടാമത്തേതിന്റെ പൊതുവ്യത്യാസം 2, മൂന്നാമത്തെ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസും 2. അപ്പൊ 2, 2, 1, അതായത് 5 ആണ് അല്ലെ? ആ 5 തന്നെയല്ലേ തുകകളുടെ ശ്രേണി എഴുതിയപ്പോൾ അതിന്റെ പൊതുവ്യത്യാസം വന്നത്. ക്ലിയർ? അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി നമുക്ക് ഇതിൽ നിന്ന് നന്നായി നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. വേറെ ഏതെങ്കിലും 3 സമാന്തര ശ്രേണികൾ എഴുതി അതിന്റെ തുകകൾ കണ്ടു നോക്കിയാൽ മറ്റൊരു ശ്രേണി ഉണ്ടാക്കിയാൽ അതിന്റെ പൊതുവ്യത്യാസം അങ്ങനെ തന്നെയാണോ? എല്ലാത്തിനും ഇത് ശരിയാണോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താല്പര്യമുള്ള കുട്ടികൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ സീക്വൻസിന്റെ ഓൾജിബ്രൈക് ഫോം എഴുതുക എന്നുള്ളതാണ്. ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക എന്നുള്ളതാണ്. എന്താ നോക്കൂ, നമുക്ക് എങ്ങനെ ചെയ്യാം? എണ്ണാം പദം കാണണം അല്ലെ? എണ്ണാം പദം കാണണ്ടേ? എണ്ണാം പദം കണ്ടു നോക്കൂ എല്ലാവരും. എണ്ണാം പദം സമ dn പ്ലസ് f മൈനസ് d. അങ്ങനെയാണെങ്കിൽ d എന്ന് പറയുന്നത് 5 ആണ്. d 5 ആണ്. f ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എത്രയാണ്? നോക്കൂ, ഫസ്റ്റ് ടേം 4 ആണ് അല്ലേ? ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. 5n പ്ലസ് f എന്ന് പറയുന്നത് 4 മൈനസ് 5. 4 മൈനസ് 5 എത്ര വന്നു? 5n. 4 മൈനസ് 5 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് 1 ആണ്. അതായത് -1. 5n മൈനസ് 1 എന്ന് കിട്ടും. എണ്ണാം പദം ഇതിന്റെ ഓൾജിബ്രൈക് ഫോം 5n മൈനസ് 1 എന്നുള്ളതാണ്. ക്ലിയർ? സി പാർട്ട് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ സീക്വൻസ് ഇൻ യുവർ ഓൺ വേർഡ്സ് എന്നുള്ളതാണ്. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ഈ അരിത്മെറ്റിക് സീക്വൻസിനെ, ഈ സമാന്തര ശ്രേണിയെ ഡിസ്ക്രൈബ് ചെയ്യൂ എന്നാണ്. എന്ത് റൂളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? കാണുമ്പോൾ ഇത് എന്താണ് തോന്നുന്നത്? ഈ ആൾജിബ്രൈക് ഫോം കണ്ടു നോക്കിയാൽ മനസ്സിലാവും. 5ന്റെ ഗുണിതം അല്ലെ? 5n എന്ന് പറഞ്ഞാൽ 5ന്റെ മൾട്ടിപ്പിൾ ആണ്, 5ന്റെ മൾട്ടിപ്പിൾ ആണ്. ആ 5ന്റെ മൾട്ടിപ്പിളിൽ നിന്ന് 1 കുറവാണ്. എല്ലാ സംഖ്യകളും 5ന്റെ ഗുണിതത്തേക്കാൾ 1 കുറവാണ്. ഇതല്ലേ ഈ സീക്വൻസിന്റെ പ്രത്യേകത അല്ലേ? 5ന്റെ ഒന്നാമത്തെ 5ന്റെ ഗുണിതത്തേക്കാൾ 1 കുറവ്, രണ്ടാമത്തെ 5ന്റെ ഗുണിതം 10, അതിനേക്കാൾ 1 കുറവ്, മൂന്നാമത്തെ 5ന്റെ ഗുണിതത്തേക്കാൾ 1 കുറവ്. ആ ഒരു ബന്ധമാണ് ഇവിടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തത്. ശരിയല്ലേ? 1 ലെസ് ദാൻ മൾട്ടിപ്പിൾ ഓഫ് 5. ക്ലിയർ? 5ന്റെ ഗുണിതത്തേക്കാൾ 1 കുറവായ ശ്രേണിയാണ് ഇത്. ഈ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നത്? ഓൾജിബ്രൈക് ഫോം ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 3n + 2. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 3n + 2 ആണ് എന്ന് അവർ തന്നിട്ടുണ്ട്. നമ്മളുള്ള ചോദ്യം അതിന്റെ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം എത്ര ആ സമാന്തര ശ്രേണിയുടെ? നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ഓൾജിബ്രൈക് ഫോം കിട്ടിയാൽ പൊതുവ്യത്യാസം കാണാൻ നിങ്ങൾക്ക് 2 മാർഗങ്ങളുണ്ട്. ഒന്ന് ശ്രേണി എഴുതി നമുക്ക് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എന്നോ അടുത്തടുത്ത 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാം. ഏറ്റവും സിമ്പിളായ മാർഗം എന്താണ്? സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം തന്നു കഴിഞ്ഞാൽ, അരിത്മെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രൈക് ഫോം തന്നു കഴിഞ്ഞാൽ, കോഎഫിഷ്യന്റ് ഓഫ് n ആണ് കോമൺ ഡിഫറൻസ്. അതായത് n-ന്റെ ഗുണകം, n എത്ര ടൈം ഉണ്ട് എന്നുള്ള ആ ഒരു സംഖ്യ ഉണ്ടല്ലോ, n-ന്റെ ഗുണകം, അതാണ് അതിന്റെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. ഇവിടെ എത്രയാണ്? 3n + 2 എന്ന് പറഞ്ഞാൽ n-ന്റെ ഗുണകം 3 ആണ് അല്ലേ?
എൻ്റെ കോയിഫിഷ്യന്റ് 3 ആണ്. അതായത് കോമൺ ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് ആൻസർ ചെയ്താം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ ഫസ്റ്റ് 2 3-digit ടേംസ് ഓഫ് ദി സീക്വൻസ് എന്നുള്ളതാണ്. 3-digit ടേംസ് ആദ്യത്തെ 2 മൂന്നക്ക സംഖ്യകൾ ഏതൊക്കെയായിരിക്കും? ഈ ശ്രേണിയിൽ വരുന്ന ആദ്യത്തെ 2 മൂന്നക്ക സംഖ്യകൾ എഴുതുക എന്നതാണ്. നോക്കൂ മക്കളെ, nth ടേം എന്താണ് പറഞ്ഞിരിക്കുന്നത്? 3n + 2 ആണ്. എന്താണ് ഇതിന്റെ അർത്ഥം? 3n + 2 ഫോമിലുള്ള എല്ലാ നമ്പേഴ്സും ഈ അരിത്മെറ്റിക് സീക്വൻസിലെ പദങ്ങളായിരിക്കും, അല്ലെ? ടേംസ് ആയിരിക്കും. എന്താണ് ഈ 3n + 2 ഫോം എന്ന് പറഞ്ഞാൽ? 3ന്റെ ഗുണിതത്തേക്കാൾ 2 കൂടുതൽ, അല്ലെ? 3ന്റെ ഗുണിതത്തേക്കാൾ 2 കൂടുതൽ, മൾട്ടിപ്പിൾ ഓഫ് 3യേക്കാൾ 2 കൂടുതൽ, 2 മോർ ദാൻ മൾട്ടിപ്പിൾ ഓഫ് 3. ക്ലിയർ? 3ന്റെ ഗുണിതത്തേക്കാൾ 2 കൂടുതലായ ഒരു സംഖ്യ കണ്ടാൽ നിങ്ങൾക്ക് അത് ഈ ശ്രേണിയിലെ പദമാണ് എന്ന് പറയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ മൂന്നക്ക സംഖ്യ ഏതായിരിക്കും? ഇതിന്റെ 3ന്റെ ഗുണിതത്തേക്കാൾ 2 കൂടുതൽ. എങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ ഇതിനെ വീണ്ടും ഡിസ്ക്രൈബ് ചെയ്യാം? 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 വരണം എന്നാണ് ഇതിന്റെ അർത്ഥം. 3 കൊണ്ട് ഹരിച്ചാൽ 3ന്റെ ഗുണിതം 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കും, നിശേഷം ഹരിക്കാൻ സാധിക്കും. 3ന്റെ ഗുണിതം 3 കൊണ്ട് ഹരിച്ചാൽ മിച്ചമായിട്ട് എത്ര വരണം? 2 വരണം, അല്ലേ? ശിഷ്ടം മിച്ചം വരുന്നത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ മൂന്നക്ക സംഖ്യ ആദ്യത്തെ ഏതാണ്? 100 ആണ്, അല്ലേ? 100നെ നമുക്ക് 3 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് ബാക്കി വരിക? നോക്കാം, എത്ര ശിഷ്ടം വരും? 100നെ 3 കൊണ്ട് ഹരിച്ചാൽ 33 മൂന്നുകളും ഒന്നും ചേർന്നതാണ്. 33 മൂന്നുകളും ഒന്നും ചേർന്നതാണ്, അല്ലേ? അതായത് ശിഷ്ടം 1 ആണ്. നമുക്ക് കൂടുതലായിട്ട് വേണ്ടത് 2 ആണ്. അതായത് 1 അല്ല, നമുക്ക് കൂടുതലായിട്ട് 1 കൂടി ഇതിനോട് കൂടുതൽ വേണം. ശിഷ്ടത്തിൽ 1 കൂടണമെങ്കിൽ സംഖ്യയിൽ 1 കൂടിയാൽ പോരെ? സംഖ്യയിൽ 1 കൂടണം, അതായത് 101 എന്ന് വരും. പറഞ്ഞ മനസ്സിലായില്ലേ? പല കുട്ടികൾക്കും ഇത് കണ്ടുപിടിക്കാൻ ഓരോ സംഖ്യയായിട്ട് ഹരിച്ച് നമ്മൾ കണ്ടുപിടിച്ച് ചെയ്ത് നോക്കണ്ട. ശിഷ്ടം 2 വരുന്നുണ്ടോ എന്ന് നോക്കണ്ട. ആദ്യത്തെ മൂന്നക്ക സംഖ്യ 100 ആണ്. 100നെ ഹരിച്ച് നോക്കിയപ്പോൾ ബാക്കി 1 ആണ്. അത് ഹരിച്ച് നോക്കാതെ തന്നെ പല കുട്ടികൾക്കും പറയാൻ സാധിക്കും, അല്ലേ? 33 മൂന്നുകളാണ്, 99 ആണ്, ബാക്കി 1 ആണ് അതിൽ വരുന്നത്. നമുക്ക് 2 ബാക്കി വരണമെങ്കിൽ ഒരെണ്ണം കൂടി കൂടുതൽ വേണം, അതായത് 101 ആണ് ആദ്യത്തെ സംഖ്യ. 101 ആണ് ആദ്യത്തെ പദം, മൂന്നക്ക സംഖ്യ 101 ആണ്. അടുത്തത് കിട്ടാൻ വളരെ സിമ്പിൾ ആണ്. എന്താണ് ഇതിന്റെ പൊതു വ്യത്യാസം? 3 ആണ്, അതായത് 101 3 104. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന പ്രോസസ്സ് മനസ്സിലാക്കുക. ഇനി ഇപ്പോഴ് നിങ്ങൾക്ക് 3ന്റെ ഗുണിതത്തേക്കാൾ 2 കൂടുതൽ എന്നൊരു ഐഡിയ വെച്ചാണ് ഇത് ചെയ്യുന്നത്. 3ന്റെ ഗുണിതത്തേക്കാൾ 2 കൂടുതലാണെങ്കിൽ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 ആണ് വരിക. അങ്ങനെ ആ 2 വരണമെങ്കിൽ 99 എന്ന് പറഞ്ഞാൽ 3ന്റെ ഗുണിതമാണ്. പിന്നെ വരുന്നത് 2 കൂടണമെങ്കിൽ 101ലേക്ക് എത്തണം. അങ്ങനെ ഒരു ലോജിക്ക് യൂസ് ചെയ്ത് നമുക്കിത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഈ ക്വസ്റ്റ്യന്റെ സി പാർട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? Is 123 a term of the sequence? സിമ്പിൾ അല്ലേ മക്കളെ? നമ്മൾ പറഞ്ഞ ആശയം മനസ്സിലായിട്ടുള്ള കുട്ടികൾക്ക് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? 123 ഈ ശ്രേണിയിലെ പദമാണോ എന്നാണ് ചോദ്യം. ഈ ശ്രേണിയിലെ പദമാവണമെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞേ? 3ന്റെ ഗുണിതത്തേക്കാൾ 2 കൂടുതലായിരിക്കണം, അല്ലെങ്കിൽ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം മിച്ചം 2 വരണം, അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 123 3ന്റെ ഗുണിതത്തേക്കാൾ എത്ര കൂടുതലുണ്ട് എന്ന് നോക്കിയാൽ പോരെ? 123 3ന്റെ ഗുണിതത്തേക്കാൾ എത്ര കൂടുതലുണ്ട് എന്ന് നോക്കിയാൽ മതി. 2 ആണ് കൂടുതലുള്ളതെങ്കിൽ ഇതിലെ പദമാണ് എന്ന് പറയാം, അല്ലേ? 123 3ന്റെ ഗുണിതത്തേക്കാൾ എത്ര കൂടുതലുണ്ട്? നമുക്ക് 123 ആണ് നമ്മുടെ നമ്പർ. ആദ്യം ഇത് 3ന്റെ ഗുണിതം, 3 2 5 6. അതിലെ അക്കങ്ങളുടെ തുക 6 ആണ്, അതായത് ഇതൊരു 3ന്റെ ഗുണിതാണ്. 3ന്റെ ഗുണിതമാണിത്. 3 2 ഹരിച്ച് നോക്കാതെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. 3 2 5 5, അതായത് അക്കങ്ങളുടെ ഡിജിറ്റ്സുകളുടെ തുക, സം ഓഫ് ഡിജിറ്റ്സ് മൾട്ടിപ്പിൾ ഓഫ് 3 ആണെങ്കിൽ ഈ സംഖ്യയെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. ക്ലിയർ? അതായത് 3 2 5 5 1 6. 6 ഒരു 3ന്റെ ഗുണിതമാണ്, മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. എങ്കിൽ ഉറപ്പായും ഇതിലെ പദമാവില്ലല്ലോ. 123 ഈ ശ്രേണിയിലെ പദമല്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഹരിച്ചു നോക്കിയാൽ 3n + 2 എന്നാണ് ഐഡിയ കിട്ടണമെങ്കിൽ 123നെ 3 കൊണ്ട് ഹരിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് ശിഷ്ടം 0 വരും കേട്ടോ. അപ്പൊ 123 ഇതിലെ പദമല്ല. 123
നോട്ട് എ ടേം. 123 ഇതിലെ ഒരു പദമല്ല. ക്ലിയർ? ഇതാണ് ഇതിന്റെ ആൻസർ. പക്ഷേ ഹൗ ഡു യു നോ ദിസ്? എങ്ങനെയാണ് നിങ്ങൾക്കിത് മനസ്സിലായത് എന്നാണ്. നിങ്ങൾ ഈ ഉത്തരത്തിലേക്ക് എത്താൻ എന്താണ് നിങ്ങൾ ഉപയോഗിച്ച സൂത്രം എന്നേ പറഞ്ഞു കൊടുക്കുള്ളൂ. 123 is not a form of 3n plus 2. If we divide the number 123 by 3, we will not get the remainder 2. Clear അല്ലേ? 123 3n plus 2 എന്ന രൂപത്തിലല്ല. അല്ലെങ്കിൽ 123 3ന്റെ ഗുണനത്തേക്കാൾ 2 കൂടുതലല്ല. അല്ലെങ്കിൽ 123നെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 കിട്ടുന്നില്ല. അത് ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ തീരുമാനിച്ചത് 123 ഈ ശ്രേണിയിലെ പദമല്ല എന്ന്. ക്ലിയർ? ചോദ്യത്തിൽ അവര് ആൾജിബ്രായിക് ഫോം 3n plus 2 എന്ന് തന്നതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും ആ രൂപത്തിലല്ല, 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 കിട്ടുന്നില്ല എന്ന്. ഇനി അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? 5, 8, 11 ഇങ്ങനെയാണ് തന്നതെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോന്നിനെയും 5നെ 3 കൊണ്ട് ഹരിച്ച് നോക്കാം. എങ്കിൽ ശിഷ്ടം 2 കിട്ടുന്നത്. തീർച്ചയായിട്ടും ഈ ശ്രേണിയിലെ പദങ്ങളെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 കിട്ടണം. എന്നാൽ 123നെ 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 കിട്ടുന്നില്ല. അതുകൊണ്ട് ഇത് ശ്രേണിയിലെ പദമല്ല എന്ന് തീരുമാനിക്കേണ്ടി വരും. ആൾജിബ്രായിക് ഫോം കണ്ടിട്ടും കാണാതെയും ഈ ഒരു ക്വസ്റ്റിനെ നമുക്ക് ആൻസർ എഴുതാം. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. അവരെ ആൾജിബ്രായിക് ഫോം തന്നിട്ടുണ്ട്. എന്താണ് ആൾജിബ്രായിക് ഫോം? nth ടേം ഈക്വൽ ടു 3/7n plus 1 എന്നാണ്. ക്ലിയർ? എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ്. nth ടേം തന്ന കോമൺ ഡിഫറൻസ് കാണാൻ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇത് n-ന്റെ കോഎഫിഷ്യന്റ് ആണ് കോമൺ ഡിഫറൻസ്. അതായത് n-ന്റെ ഗുണകം 3/7. പൊതുവ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചാൽ 3/7. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ ഫസ്റ്റ് ഇന്റീജർ ടേം ഓഫ് ദ സീക്വൻസ് എന്നുള്ളതാണ്. അറ്റ് വാട്ട് പൊസിഷൻ ഇറ്റ് ഓക്കേഴ്സ്. അതിന് ഇതിലെ ആദ്യത്തെ പൂർണ്ണസംഖ്യാ പദം ഏതാണ്? ഇതിൽ ആദ്യത്തെ പൂർണ്ണസംഖ്യാ പദം ഏതാണ്? ഏത് സ്ഥാനത്താണ് അത് വരിക എന്നാണ്. എത്രാമതായിട്ടാണ് അത് വരിക? നോക്കൂ മക്കളെ, nth ടേം എന്ന് പറയുന്നത് 3/7n plus 1 ആണ്. നിങ്ങൾക്കറിയാം ഇതൊരു പൂർണ്ണസംഖ്യ ആകണമെങ്കിൽ ഇതൊരു 3/7n എന്ന് പറയുന്നത് ഒരു പൂർണ്ണസംഖ്യയാവണം അല്ലേ? 3/7n എന്ന് പറയുന്നത് പൂർണ്ണസംഖ്യയാവണം. ഇത് മുഴുവൻ സംഖ്യ ആയാൽ മാത്രമല്ലേ ഒരു മുഴുവൻ സംഖ്യയും കൂട്ടിയാൽ മുഴുവൻ സംഖ്യ കിട്ടുന്നത് അല്ലേ? പൂർണ്ണസംഖ്യ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 3/7n എന്ന് പറയുന്നത് എപ്പോഴാണ് പൂർണ്ണസംഖ്യ ആവുക? n-ന്റെ വില ഇത് ക്യാൻസൽ ആയി പോണം. ശരിയല്ലേ? അപ്പൊ 3n എന്ന് പറയുന്നത് 7ന്റെ മൾട്ടിപ്പിൾ ആവുക. എപ്പോഴാണ് 3n എന്ന് പറയുന്നത് 7ന്റെ മൾട്ടിപ്പിൾ ആവുക? n-നെ 1, 2, 3 കൊടുത്താലൊന്നും ഇത് വരില്ല. നമുക്ക് ഇവിടെ n-നെ 7ന്റെ മൾട്ടിപ്പിൾ കൊടുക്കേണ്ടി വരും. n=7 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെവൻത് ടേം എന്ത് കിട്ടും നോക്കാം. 3/7 ഇൻറ്റു n-ന് പകരം 7 plus 1. 7 ഉം 7 ക്യാൻസലായി 3 plus 1 4 എന്ന് വരും. ഓക്കെ, 7ന്റെ മൾട്ടിപ്പിൾ ന്യൂമറേറ്റർ വരണമെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും n 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരേണ്ടി വരും. n എന്ന് പറയുന്നത് 7ന്റെ ഗുണിതമായിരിക്കണം. ആദ്യത്തെ 7ന്റെ ഗുണിതം 7 ആണ്. അതായത് n-ന് 7 എന്ന വില കൊടുത്താൽ നമുക്കതൊന്ന് മുഴുവൻ സംഖ്യ കിട്ടും. ഇത് മൊത്തമായി ഈ 7 ക്യാൻസലായി 3 ആയിട്ട് വരും. 3 plus 1 4. First integer term equal to 4 at what position? 7th പൊസിഷൻ. ക്ലിയർ? ആദ്യത്തെ പൂർണ്ണസംഖ്യാപദം സമം 4, 7ാമത്തെ പദമായിരിക്കും 4 എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. സെയിം ക്വസ്റ്റ്യനിലെ സി പാർട്ട് നോക്കൂ. എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 7th ആൻഡ് 21st ടേം എന്നാണ്. 7th ടേം നമുക്ക് കിട്ടിയിരുന്നു അല്ലേ? 7th ടേം എന്താണ് പറഞ്ഞിരുന്നത്? നമ്മൾ 4 എന്നല്ലേ പറഞ്ഞത്? 7th ടേം 4 ആണ് എന്നാണ് നമുക്ക് കിട്ടിയിരുന്നത്. അത് വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. 7th ടേം 4 ആണ്. ഇനി 21st ടേം എന്താണെന്ന് നോക്കൂ. 21st ടേം എങ്ങനെ കിട്ടും? 21st ടേം കിട്ടണമെങ്കിൽ ഇതിൽ വില ചേർത്താൽ മതി അല്ലേ? ആൾജിബ്രായിക് ഫോമിൽ വില ചേർത്താൽ മതി. 3/7 ഇൻറ്റു n-ന് പകരം 21 പ്ലസ് 1.
അതായത് എത്ര വരും? 721 3 ടൈംസ് 3 into 3 9 9 plus 1 10. അതായത് 21st ടേം എന്ന് പറയുന്നത് 10 ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 7th ടേം ആൻഡ് 21st ടേം എന്നാണ്. അതിന്റെ ഡിഫറൻസ് 21st ടേമും 7th ടേമും തമ്മിലുള്ള ഡിഫറൻസ് ഈക്വൽ ടു 21ാം പദം മൈനസ് 7ാം പദം അല്ലേ? ഈക്വൽ ടു എത്ര കിട്ടും? 10 minus 4 6 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ? അതായത് 21st ടേമും 7th ടേമും തമ്മിലുള്ള ഡിഫറൻസ് 6 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയുടെ ഓൾജിബ്ര ബീജഗണിതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതിന്റെ തുടർച്ചയായ ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ ചെയ്തത്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞ കാര്യം തന്നെയാണ് തേർഡ് ചാപ്റ്ററിലും പറയുന്നത്. അതൊന്ന് ചുരുക്കി എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വളരെ സിമ്പിളായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും അരിത്തമെറ്റിക് സീക്വൻസ്, അതായത് സമാന്തര ശ്രേണികൾ. അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ.